ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. ഈ ഇഡ്ഡലിപ്പൊടി നമ്മൾ തയ്യാറാക്കുന്നത് ഫ്ലാക്സ് സീഡ് കൊണ്ടാണ്. ഫ്ലാക്സ് സീഡ് ഹെൽത്തിന് നല്ലതാണ്, തലമുടിക്കൊക്കെ നല്ലതാണ്. ഞാനും കുറച്ച് ഫ്ലാക്സ് സീഡൊക്കെ മേടിച്ച് 1-2 പ്രാവശ്യം അത് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിച്ചു. പിന്നെ ഒരു പ്രാവശ്യം കണ്ട് തലയിലും തൂത്തു. പിന്നെ ഈ ഫ്ലാക്സ് സീഡ് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഇടയ്ക്ക് ഞങ്ങൾ ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു ആൻറ്റി കുക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ ജോള റൊട്ടിയും അതിൻ്റെ കൂടെ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ചമ്മന്തിപ്പൊടി ആക്കി തന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഈ ഫ്ലാക്സ് സീഡിന് അഗസെ ബീജ എന്നാണ് പറയുന്നത്. കന്നഡയിൽ അഗസെ ബീജ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ എന്നാ ഈ ഫ്ലാക്സ് സീഡിന് പറയുന്നത് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പം ഈ കുറച്ച് നാളായി ഞാൻ ഈ ഫ്ലാക്സ് സീഡ് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാനും ഇങ്ങനെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുവാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുകയാണ്. 2 കൈപ്പിടിയോളം ഫ്ലാക്സ് സീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകണം. ഞാനിപ്പോൾ കുറച്ച് നാളായി ഇത് വാങ്ങിച്ചു വെച്ച് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാലാനായിട്ട് ഒന്ന് സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ടൊരു പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കും. പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്യണേ, അല്ലെങ്കിൽ അത് കുറച്ച് സ്റ്റിക്കി പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വറുത്തെടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറക്കണം. ഇതിപ്പം നമ്മുടെ ഈ കടുകൊക്കെ പൊട്ടിത്തെറിക്കുമല്ലോ, അതുപോലെ ഈ ഫ്ലാക്സ് സീഡ് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കൈകൊണ്ട് ഇച്ചിരി വെള്ളം ഒന്നിങ്ങനെ തളിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ പാത്രത്തിലൊന്നും കാണിയല്ല, ഫ്ലാക്സ് സീഡ് മൊത്തം പുറത്തായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുത്ത് ഈ ഫ്ലാക്സ് സീഡ് ഒന്ന് വറുത്തെടുക്കാം. നല്ല ഹെൽത്തിയുമാണ്. പിന്നെ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനം മാത്രം മതി കിട്ടും നമുക്ക് ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട്. ഇത് കണ്ടോ, ഇപ്പോൾ അതെല്ലാം ഫ്ലാക്സ് സീഡ് എല്ലാം നന്നായിട്ട് ഇതുപോലെ പൊട്ടുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വറന്ന് കഴിയുമ്പം ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച് ഒന്ന് തണുക്കാനായിട്ട് വിടാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പം ഈ ഫ്ലാക്സ് സീഡിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടിയത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, തൊലിയൊക്കെ കളഞ്ഞ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുക കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കല്ലുപ്പും പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഒത്തിരി നൈസായിട്ടല്ല, കുറച്ച് തരിയായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഈ പൊടിയെ നമുക്കൊരു ഗ്ലാസ് ജാറിൻ്റെ അകത്തിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഇഡ്ഡലിപ്പൊടി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. പിന്നെ നമ്മുടെ പത്തിരി ഉണ്ടാക്കുമല്ലോ, പത്തിരിയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, പിന്നെ മസാല ദോശ ഉണ്ടാക്കാൻ നേരത്ത് മസാല ദോശയിൽ ഇതുപോലെ പൊടിയിട്ട് ഈ ഗീ പൊടി മസാല ദോശ എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ, ആ പൊടി അതുപോലെ നമുക്ക് ഇതുപോലെ മസാല ദോശയിൽ ഇട്ടിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഫ്ലാക്സ് സീഡിൻ്റെ ചമ്മന്തിപ്പൊടി ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വീഡിയോ കാണാൻ. ടിൽ ദെൻ ബൈ.